ആലുവ മൂന്നാർ രാജപാത പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ജനകീയ പ്രക്ഷോഭം വീണ്ടും ശക്തമാകുന്നു. രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും നടത്തി. മാങ്കുളം അടക്കം വിവിധ പഞ്ചായത്തുകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. വിവിധ ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള ആളുകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ആലുവ മൂന്നാർ രാജപാതയിലെ യാത്രാവകാശം പുനഃസ്ഥാപിക്കുക, തകർന്നുപോയ പഴയ പാത യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കുക, വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളം കുട്ടമ്പുഴ നിവാസികൾക്കും ഗുണകരമാകുന്ന പാതയോട് ചേർന്നുള്ള വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് രാജപാതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. പഴയ പൊതുമരാമത്ത് പാതയാണിതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ തന്നെ പാതയുടെ നിയമപരമായ അവകാശം PWDക്ക് തന്നെ ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ജനകീയ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. 1924 മഹാപ്രളയത്തിന് മുമ്പ് വരെ ഹൈറേഞ്ചിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്ന രാജപാത PWD രേഖകളിൽ നിന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ വനവകുപ്പിന്റെ തടസ്സവാദങ്ങൾ മൂലമാണ് ഈ പാത ഉപയോഗശൂന്യമായി കിടക്കുന്നതിന് കാരണമെന്നും പ്രദേശവാസികൾ പറയുന്നു. രാജപാത തുറന്നു കിട്ടുന്നതിനായി എറണാകുളം, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലയിലുള്ളവർ കാലങ്ങളായി നിയമസമര പോരാട്ടങ്ങളിലാണ്. കോതമംഗലം പൂയംകുട്ടിൽ നിന്ന് കുറത്തിക്കുടി, പെരുമങ്കൂത്ത്, കരിന്തിരി വഴി മൂന്നാറിലേക്ക് എത്തിയിരുന്ന പഴയ റോഡാണ് രാജപാത. കോതമംഗലത്ത് നിന്നും പൂയംകുട്ടി വരെയുള്ള 28.5 കിലോമീറ്റർ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിയിരുന്നു. തുടർന്നുള്ള 26 കിലോമീറ്ററിൽ വനവകുപ്പ് അവകാശമുന്നയിച്ചിട്ടുള്ളതാണ് തടസ്സമായത്. ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും നടത്തി. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് എത്തിച്ചേരുവാൻ ഗ്രാമപഞ്ചായത്തിന്റെ പുരോഗതിയെ കാക്ഷിക്കുന്ന ജനപ്രതിനിധികളും സാംസ്കാരികരാണ് ജനകീയ പ്രതിഷേധ റാലിയാണ്. ചെറുവള്ളി താഴത്തു നിന്ന് ആരംഭിച്ച മാർച്ച് PWD ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ധർണ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഏതാണ്ട് 100-120 വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് അംഗീകരിച്ച് അന്നത്തെ സർക്കാർ അനുവദിച്ച് തന്ന റോഡാണത്. പിന്നീട് അത് സാഹചര്യങ്ങൾ മൂലം സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയാൽ മാത്രമേ ഈ നാടിന്, പ്രത്യേകിച്ച് കേരളത്തിന് പൊതുവെ ഏറെ ഉപകാരമുണ്ടാകുന്ന ഒരു പാതയാണത്. കുട്ടമ്പുഴ, മാങ്കുളം പഞ്ചായത്തുകളിലെ കർഷകരും വ്യാപാരികളും പൊതുജനങ്ങളും അടക്കം നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ പരിപാടിയിൽ അണിനിരന്നു. വിവിധ ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള ആളുകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. കോതമംഗലം മുനിസിപ്പാലിറ്റി അധികാരികൾ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റിതര സംഘടനാ ഭാരവാഹികൾ, വിവിധ പുരോഹിതർ എന്നിവരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.